ഹലോ മക്കളെ, പ്ലസ് വണ്ണിലെ ചാപ്റ്റർ 1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഈ സെഷനിൽ ഡീൽ ചെയ്യുന്നത്. സോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഏതൊക്കെ അളവ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ അത് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് അല്ലെ. മെഷർ ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ഈ പാഠം ഇനീഷ്യലി ഉള്ള നിങ്ങൾക്ക് ഈ പ്ലസ് വണ്ണിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഈസി ചാപ്റ്റർ പോലെയാണുള്ളത്. സോ ഇതിലെ കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ട് തന്നെ പഠിച്ചു പോകും. അപ്പൊ നിങ്ങൾക്ക് തുടർന്ന് വരുന്ന ചാപ്റ്റേഴ്സിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ ആണല്ലോ? സോ നമുക്കറിയാം ക്വാണ്ടിറ്റീസിനെ, അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെ, ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ ബേസിക്കലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുമുള്ള നമുക്ക് അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ എല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പറയും അല്ലെ. ഫിസിക്കൽ ആയിട്ട് ഭൗതികമായിട്ട് നമുക്ക് അളക്കാൻ സാധിക്കുന്നവയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് അനദർ വൺ ഈസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഫണ്ടമെന്റൽ എന്ന് വെച്ചാൽ എന്താ? ബേസ് അല്ലെ, ബേസിക്. ഓക്കെ, സോ ബേസിക് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഏറ്റവും സിംപിളർ ആയിരിക്കും, അത് ഇനിയും സിമ്പിൾ ആക്കാൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, സോ അതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇനി അടുത്തത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. നിങ്ങൾ ഡെറിവേഷനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഓരോ സ്റ്റെപ്സ് ഇങ്ങനെ എഴുതി വരിക. അതുപോലെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ കാര്യം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, സോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് ഒന്ന് നോക്കിക്കേ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വാണ്ടിറ്റീസ് എന്തൊക്കെയായിരിക്കും? ഓക്കെ, സോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഇത് ഇവയിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ്. ഇത് വേറെ എവിടെ നിന്നും നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല. സോ ഇങ്ങനത്തെ ക്വാണ്ടിറ്റീസ് മെയിൻ ആയിട്ടും 7 ബേസ് ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഓക്കെ, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ 7 ക്വാണ്ടിറ്റീസും നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ അത് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ഇതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കാം, എന്നാൽ ചിലത് നിങ്ങൾക്ക് ന്യൂ ക്വാണ്ടിറ്റീസ് ആയിരിക്കാം. ഓക്കെ, അത് നമുക്കൊന്ന് നോക്കാം. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് മാറ്റർ, ലൂമിനസ് ഇന്റൻസിറ്റി. ഈ 7 എണ്ണമാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ. ഓക്കെ, സോ ലെങ്ത്, മാസ്, ടൈം ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ലെങ്ത്, മാസ്, ടൈം, അതുപോലെ തന്നെ ഇലക്ട്രിക് കറന്റ്. ഓക്കെ, കറണ്ടിനെ കുറിച്ചും അറിയാം. മേ ബി നിങ്ങൾക്ക് അറിയത്തില്ലാത്ത 1-2 ആയിരിക്കും. ഒന്ന് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താ? ടെമ്പറേച്ചർ തന്നെ. ഓക്കെ, ഇനി എമൗണ്ട് ഓഫ് മാറ്റർ, അതായത് ഒരു സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിന്റെ കണ്ടന്റ്, അതിനെയാണ് എമൗണ്ട് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും കെമിസ്ട്രിയിൽ അല്ലെ. 10th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മോൾ ഉപയോഗിച്ച്, മോൾ കൺസെപ്റ്റ് ഒക്കെ. ഇനി അടുത്തത് ലൂമിനസ് ഇന്റൻസിറ്റി. ഈ ലൂമിനസ് ഇന്റൻസിറ്റി എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുക. ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ എന്താ? ലൈറ്റിന്റെ ഇന്റൻസിറ്റി. ലൂമിനസ് മീൻസ് റിലേറ്റഡ് ടു ലൈറ്റ്. സോ ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. സോ അതിനെല്ലാം ഇങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെല്ലാം എന്താണ്? ഫണ്ടമെന്റൽ ആയ യൂണിറ്റ്സും ഉണ്ട്. ഓക്കെ, സോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ലെങ്ത്, മാസ്, ടൈം ഈ 3 വളരെ കൃത്യമായിട്ട് അറിയാം അല്ലെ. ലെങ്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. ഓക്കെ, സോ ലെങ്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ. ഇനി മാസ്, മാസിന്റെ യൂണിറ്റ് ഏതാണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയ മാസിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ഓക്കെ, മാസിന്റെ കിലോഗ്രാം. ഇനി ടൈമിന്റെ യൂണിറ്റ് എന്താണ്? ടൈമിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്സ്. സോ ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്സ് ആണ്. ഇനി ഇലക്ട്രിക് കറന്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് കറന്റ് നമ്മൾ ഏത് യൂണിറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ആംപെയർ. ആംപെയർ ഉപയോഗിച്ചാണ്. ഓക്കെ, സോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സും നമ്മൾ കുറച്ചെണ്ണം ഡീൽ ചെയ്തു. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന എമൗണ്ട് ഓഫ് മാറ്റർ. ഓക്കെ, എമൗണ്ട് ഓഫ് മാറ്റർ എന്നുള്ളത് ഏത് യൂണിറ്റിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക? മോൾ. ഓക്കെ, മോൾ കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു അല്ലെ, അവഗാഡ്രോ നമ്പർ അതൊക്കെ. സോ മോൾ എന്നുള്ള ബേസിക് യൂണിറ്റിലാണ് നമ്മൾ എമൗണ്ട് ഓഫ് മാറ്ററിനെ പറയുന്നത്. ഇനി ലൂമിനസ് ഇന്റൻസിറ്റി. ഓക്കെ, ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ക്യാൻഡല. ക്യാൻഡല അതല്ലെങ്കിൽ CD എന്ന് നമ്മൾ പറയും. സോ ക്യാൻഡല എന്നുള്ള ഒരു യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലൂമിനസ് ഇന്റൻസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ അവ വേറെ ഒന്നിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല,
ആൻഡ് ദേ ആർ നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അവയ്ക്ക് വേറെ ഒന്നിലും ഡിപ്പെൻഡൻസി ഇല്ല. അപ്പൊ അവരെല്ലാം എന്താണ് സിംഗിൾ ആന്ന് ഓർത്താൽ മതി. അവരെല്ലാം ബാച്ചിലേഴ്സ് ആണ്, വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ മക്കൾ ഓർത്തോളൂല്ലോ. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് വൺ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ പറ്റി പഠിച്ചു. അപ്പൊ അടുത്ത എന്തായിരിക്കും സ്വാഭാവികമായിട്ടും? സോ ഈ 7 വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഇതിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, ക്വാണ്ടിറ്റീസ് നിങ്ങൾക്കറിയാം, യൂണിറ്റ്സ് മിസ് പറഞ്ഞു. അത് നമ്മൾ വിശദമായിട്ട് ഇനി അടുത്ത ഇതിൽ ഡീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? സോ അടുത്ത നമുക്ക് നോക്കാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, സോ മിസ് ഓൾറെഡി പറഞ്ഞു ഡിറൈവ്ഡ് മീൻസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നവയാണ്. ഇല്ലെങ്കിൽ അവയൊക്കെ എന്താണ് ഇവരെല്ലാം എന്താണ് റിലേഷൻഷിപ്സിലാണ്. ഓക്കെ, ഇല്ലെങ്കിൽ ഇവര് കമ്മിറ്റഡ് ആണ്. ഇവർക്ക് ബാക്കിയുള്ളവരുമായി ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഇവര് ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? ഓക്കെ, സോ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മൾ പഠിച്ചു ലെങ്ത്, അതുപോലെ തന്നെ മാസ്, ടൈം, ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ബട്ട് ഏരിയ, വെലോസിറ്റി, ഡെൻസിറ്റി, വോളിയം ഇതൊക്കെ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഇത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നതാണ്. ഇവ മറ്റുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാം. സ്പീഡ് എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ എടുക്കുക. ഓക്കെ, സ്പീഡ്. സോ സ്പീഡ് എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ സീ സ്പീഡ്. ഓക്കെ, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. സോ യൂണിറ്റ് ഓഫ് സ്പീഡ് നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കിട്ടുന്നത് എങ്ങനെയാണ്? അത് ഡിസ്റ്റൻസിനെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഉള്ളത്. ഓക്കെ, അതിൽ നിന്ന് ഡിറൈവ് ചെയ്താണ് നമുക്ക് യൂണിറ്റ് ഓഫ് സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ഇതുപോലെ തന്നെ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അതും എന്താണ് വേറെയുള്ള ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആക്സിലറേഷൻ, ഇതൊക്കെ എന്ന് പറയുന്നത് ഏതാണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, സോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഇനി സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന, അതായത് സ്റ്റാൻഡേർഡ് സിസ്റ്റം ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നതിന് മുന്നേ തന്നെ പണ്ട് കാലത്ത് പല രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ടായിരുന്നു. നമുക്കറിയാം പല രീതിയിലുള്ള മിത്തോളജിക്കൽ ആയിട്ടുള്ള പല ഫാക്ടേഴ്സും അക്കാലത്തെ പല യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പണ്ട് കാലത്ത് നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ലെങ്ത്തിന് മീറ്റർ, കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ പണ്ട് നമ്മൾ മൈൽ എന്നൊക്കെ പറയായിരുന്നു അല്ലെ? മൈൽ, ഫാത്തം എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ചില സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിലൊന്നാണ് FPS സിസ്റ്റം. ഓക്കെ, നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, ലെങ്ത്തും മാസും ടൈമും അല്ലെ? സോ ഈ FPS സിസ്റ്റത്തില് ലെങ്ത് നമ്മൾ F ഫോർ ഫൂട്ട്. ഓക്കെ, സോ ലെങ്ത് മെഷർ ചെയ്യുന്നത് ഫൂട്ടിലാണ്. ഓക്കെ, മാസ് മെഷർ ചെയ്യുന്നത് പൗണ്ടിലാണ്, ടൈം മെഷർ ചെയ്യുന്നത് ഏതിലാണ്? സെക്കൻഡിലാണ്. ഓക്കെ, സോ ഇൻ FPS സിസ്റ്റം ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്, അതാണ് ലെങ്തിനെയും മാസിനെയും ടൈമിനെയും ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത സിസ്റ്റം നോക്കിക്കേ. അടുത്ത സിസ്റ്റം ആണ് CGS സിസ്റ്റം. CGS. ഓക്കെ, CGS. അപ്പൊ സി എന്തായിരിക്കും? ലെങ്തിനെ ആയിരിക്കും സെന്റിമീറ്റർ. ഓക്കെ, ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നത് സെന്റിമീറ്ററിലായിരിക്കും. ഇനി മാസ് റെപ്രസെന്റ് ചെയ്യുന്ന ഏതിലായിരിക്കും? ഗ്രാം. ഓക്കെ, ഇൻ CGS സിസ്റ്റം മാസ് റെപ്രസെന്റ് ചെയ്യുന്ന ഏത് യൂണിറ്റിലായിരിക്കും? ഗ്രാമിലായിരിക്കും. ടൈം റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ഇതിലായിരിക്കും? യൂണിറ്റിലായിരിക്കും. CGS സിസ്റ്റത്തില് CGS, S ഫോർ സെക്കൻഡ്. ഓക്കെ, സോ ടൈം റെപ്രസെന്റ് ചെയ്യുന്നത് സെക്കൻഡിലായിരിക്കും. ഇനി തേർഡ് സിസ്റ്റം നോക്കിക്കേ, MKS. ഓക്കെ, MKS അതായത് M ഫോർ നമ്മൾ പഠിച്ചു ലെങ്ത്, മാസ്, ടൈം, ഈ 3 ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇല്ലേ? സോ ഇത് പണ്ട് കാലത്ത് ഈ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരുന്നതെന്നാണ്. സോ MKS മീൻസ് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. ഓക്കെ, സോ MK സിസ്റ്റത്തില് ലെങ്ത് യൂസ് ചെയ്തിരുന്ന ഏത് യൂണിറ്റ് ആണ്? മീറ്റർ. അതുപോലെ തന്നെ മാസിന് വേണ്ടിയിട്ട് നമ്മൾ കിലോഗ്രാം ആണ്, ടൈമിന് വേണ്ടിയിട്ട് സെക്കൻഡ് ആണ്. സോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ബട്ട് കൂടുതലും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ സിസ്റ്റം അല്ലെ, SI സിസ്റ്റം, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബട്ട് ഇത് എന്താണ്? നമുക്കൊരു കമ്പാരിസന് വേണ്ടി അത് ഒന്ന് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക.
ഓക്കെ അല്ലേ? സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, മിസ് നേരത്തെ പറഞ്ഞു അല്ലെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഓർക്കുന്നുണ്ടല്ലോ? ലെങ്ത്, മാസ്, ടൈം. ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് റീകളക്ട് ചെയ്തേ, ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചേ. ഓക്കെ, നിങ്ങള് കാണാപ്പാടം പഠിക്കുന്നവർ എന്ത് ചെയ്യാ, ഓരോന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ ഒരു ലൂപ്പ് പോലെ നിങ്ങൾക്ക് വരും. ഓക്കെ അല്ലേ? സോ ലെങ്ത്, മാസ്, ടൈം, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, പിന്നെന്തായിരുന്നു? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. പിന്നെ നിങ്ങൾക്ക് ഒരു പുതിയ ആളുണ്ടായിരുന്നു, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓർ എമൗണ്ട് ഓഫ് മാറ്റർ. പിന്നെ എന്തായിരുന്നു? ലൈറ്റിന്റെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞു? ലൂമിനസ് ഇന്റൻസിറ്റി. അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു 7 ബേസിക് ക്വാണ്ടിറ്റീസ്. സോ അതിന്റെ എല്ലാം യൂണിറ്റ്സ് എന്താണ്, അതിന്റെ എല്ലാം സിമ്പിൾസ് എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. യൂണിറ്റ്സ് എന്താണ്, സിമ്പിൾസ് എന്താണെന്ന്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, യൂണിറ്റ്സ് എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ മീറ്റർ ആണ്. ഓക്കെ, ലെങ്ത്തിന്റെ മീറ്റർ ആണ്. മാസിന്റെ കിലോഗ്രാം ആണ്. ഓക്കെ, ടൈമിന്റെ സെക്കൻഡ്സ് ആണ്. ടെമ്പറേച്ചർ എന്താണ്? കെൽവിൻ. ഓക്കെ, കെൽവിൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. സോ കെൽവിൻ. ഇനി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ ഏത് ഇതിലായിരുന്നു റെപ്രസെന്റ് ചെയ്യുക? മോൾ, MOLE. ഓക്കെ, സോ അതിന്റെ സിമ്പൽ MOL എന്നാണ്. ഓക്കെ, ഇനി ഇലക്ട്രിക് കറന്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഒരു സയന്റിസ്റ്റ്. ഓക്കെ, ഇതുമായിട്ടുള്ള ഒബ്സർവേഷൻസ് ഫോർമുലേറ്റ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. സോ അത് ആംപെയർ. ഓക്കെ, ആംപെയർ. സോ ഇലക്ട്രിക് കറന്റ് ആംപെയർ എന്നുള്ള യൂണിറ്റിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഫൈനൽ വൺ എന്താണ്? ലൂമിനസ് ഇന്റൻസിറ്റി, അത് ക്യാൻഡല. മക്കളൊന്ന് ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഈ യൂണിറ്റ്സ് എല്ലാം ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മീറ്റർ, സ്മോൾ m, കിലോഗ്രാം, kg, സ്മോൾ k, സ്മോൾ g. ഇനി സെക്കൻഡ്സ് ആണെങ്കിൽ സ്മോൾ s, കെൽവിൻ ക്യാപിറ്റൽ K, മോൾ ആണെങ്കിൽ MOL സ്മോൾ ലെറ്റർ ആണ്, ആംപെയർ ആണെങ്കിൽ ക്യാപിറ്റൽ A, ക്യാൻഡല ആണെങ്കിൽ CD. ഓക്കെ, ക്യാൻഡല നിങ്ങൾ ഓർത്താൽ മതി. ക്യാൻഡല എന്ന് പറഞ്ഞാൽ ക്യാൻഡി. ഓക്കെ, CD. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. പക്ഷെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും കെൽവിനും ആംപെയറും. ഓക്കെ, ഇതിന്റെ രണ്ടിനെ മാത്രം എന്താ ക്യാപിറ്റൽ ലെറ്ററിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? എന്താ അവർക്ക് എന്താണ് ഇത്ര പ്രത്യേകത? അവരോട് പാർഷ്യാലിറ്റി ആണോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നേ? അതിന് കാരണം എന്താണ്? നിങ്ങൾക്കറിയാം, ഓൾറെഡി 2 ഫേമസ് സയന്റിസ്റ്റിന്റെ പേരിലാണ് ഈ ക്വാണ്ടിറ്റീസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? ആരൊക്കെയാണ്? കെൽവിനും അതുപോലെ തന്നെ ആംപെയറും. സോ അവർക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലാണ്, അവരുടെ ഇതിനൊരു ട്രിബ്യൂട്ട് എന്ന രീതിയിലാണ് നമ്മള് സയന്റിസ്റ്റിന്റെ നെയിം ആയതുകൊണ്ടാണ് ക്യാപിറ്റൽ കൊടുക്കുക. ഓക്കെ ആണല്ലോ? അല്ലാണ്ട് ഒരു തരത്തിലുള്ള പാർഷ്യാലിറ്റി ഇല്ല കേട്ടോ, എല്ലാരും ഒരുപോലെ തന്നെ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, സോ ഈ യൂണിറ്റ്സ് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഈ സിസ്റ്റത്തിന് പറയുന്ന പേരെന്തായിരുന്നു? ഇറ്റ് ഈസ് കോൾഡ് ആസ് SI മെഷർമെന്റ് സിസ്റ്റം. സോ ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് SI മെഷർമെന്റ് സിസ്റ്റം ആണ്. CGS MKS FPS ഒന്നുമല്ല. ഓക്കെ, സോ SI എന്ന് വെച്ചാൽ എന്താ? നമ്മളൊക്കെ അറിയാവുന്ന സബ് ഇൻസ്പെക്ടർ ആണോ? അല്ല, നമ്മളിവിടെ പഠിക്കുന്ന ഫിസിക്സ് ആണ്. അപ്പൊ SI എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഓർ സിസ്റ്റം ഇന്റർനാഷണലി എന്ന് പറയും. ഓക്കെ, സോ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള എല്ലാ രാജ്യത്തും, വേൾഡിലുള്ള എല്ലാ സ്ഥലത്തും അക്സെപ്റ്റഡ് ആയിട്ടുള്ള. ഓക്കെ, സോ എന്താണ്? എന്തെങ്കിലും ഒരു സാധനം കൈമാറണം, ഇല്ലെങ്കിൽ എക്സ്പോർട്ടിങ്ങിനും ഇമ്പോർട്ടിങ്ങിനും, അതേപോലെ തന്നെ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റിയില് കാര്യങ്ങള്, ഇന്നോവേഷൻസും പുതിയ ഇൻവെൻഷൻസ് ഒക്കെ നടക്കണേ എന്താ? എല്ലാ സ്ഥലത്തും ഒരേപോലുള്ള യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ, അല്ലെ മെഷർമെന്റ് സിസ്റ്റംസ് ഉണ്ടെങ്കിൽ എന്താണ്? കാര്യങ്ങളെല്ലാം എളുപ്പമുള്ളൂ അല്ലേ? അപ്പൊ എന്താ ചെയ്യാ? അതുകൊണ്ടാണ് സിസ്റ്റം ഇന്റർനാഷണലെ. ഓക്കെ, ഓരോ രാജ്യത്തിനും ഓരോ രീതിയിലുള്ള മെഷർമെന്റിന് പകരം ഒരു സ്റ്റാൻഡർഡൈസ് സിസ്റ്റം ആയിട്ടുള്ള SI മെഷർമെന്റ് സിസ്റ്റം നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നു. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് SI സിസ്റ്റം ആണെന്ന് മറക്കല്ല. അതിന്റെ യൂണിറ്റ്സും പ്രത്യേകം നോട്ട് ചെയ്യുക. കെൽവിനും ആംപെയറും മാത്രമാണ് ക്യാപിറ്റലില് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ്. ക്യാപിറ്റൽ K, ക്യാപിറ്റൽ A. ബാക്കി എല്ലാത്തിന്റെയും യൂണിറ്റ്സ് എന്താണ്? സ്മോൾ ലെറ്ററിലായിരിക്കും ഡിനോട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പഠിച്ചു SI സിസ്റ്റം ഉണ്ടെന്ന് പഠിച്ചു അല്ലെ? SI എന്തായിരുന്നു? SI ആണ് സിസ്റ്റം ഇന്റർനാഷണൽ ഓർ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, സോ ഈ SI സിസ്റ്റം പോലെ തന്നെ, അത് മെയിൻ സിസ്റ്റം പോലെ തന്നെ സപ്ലിമെന്ററി SI യൂണിറ്റ്സും ഉണ്ട്. ഓക്കെ, SI യൂണിറ്റ്സ് മെയിൻ 7 യൂണിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ സപ്ലിമെന്ററി ആയിട്ടുള്ള 2 യൂണിറ്റ്സും കൂടി ഉണ്ട്. അത് ഏതൊക്കെയാണ്? സോ ഫസ്റ്റ് വൺ ഈസ് പ്ലെയിൻ ആംഗിൾ. ഓക്കെ, പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നിങ്ങളിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സർക്കിൾ ഉണ്ട്. സോ ഇതിനകത്ത്
നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ആർക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ ആർക്ക് മാർക്ക് ചെയ്തു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ ഒരു പോർഷൻ ഓഫ് സർക്കിൾ ആണ് നമ്മൾ എടുക്കുന്നത്. സോ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ബൈ ആൻ ആർക്ക്. ഓക്കെ, ഒരു ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിനെ എടുക്കുകയാണ് നമ്മൾ. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് വിൽ ബി ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. സോ ആംഗിൾ, പ്ലെയിൻ ആംഗിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എന്ത് ഉപയോഗിച്ചാണ് മക്കളെ? തീറ്റ. തീറ്റ ഈസ് ഈക്വൽ ടു എൽ ബൈ ആർ. ഓക്കെ, ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്നായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് കാണാം പ്ലെയിൻ ആംഗിൾ. ഓക്കെ, പ്ലെയിൻ ആംഗിളിൽ എന്താണ്, നമ്മളിപ്പോ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഒരു സർക്കിളില് ഇറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ എന്ന് പറയുന്ന പ്ലെയിൻ ആംഗിൾ നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യുക? തീറ്റ. ഓക്കെ, തീറ്റ. സോ നമ്മൾ ഒരു ആർക്ക് പോർഷൻ എടുക്കുകയാണ്. ഇതാണ് എന്റെ ആർക്ക്. ഓക്കെ, ദിസ് ഇസ് ദ ആർക്ക്. സോ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റ ആണ്. എന്താണ് നമ്മൾ പറഞ്ഞ? പ്ലെയിൻ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഓക്കെ, ആർക്ക് ലെങ്തിന് ഞാൻ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു? എൽ. റേഡിയസിനെ ആർ. സോ തീറ്റ പ്ലെയിൻ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. സോ പ്ലെയിൻ ആംഗിളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് റേഡിയൻ. ഓക്കെ, അതിൽ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ആണ് തീറ്റ. ഓക്കെ, സോ റേഡിയൻ ആണ് ഇതിന്റെ യൂണിറ്റ്, ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ആണ് തീറ്റ. സോ തീറ്റ ഈക്വൽ ടു എൽ ബൈ ആർ. പ്ലെയിൻ ആംഗിൾ, അതാണ് ഫസ്റ്റ് വൺ. ഓക്കെ, അതാണ് ഫസ്റ്റ് സപ്ലിമെന്ററി SI യൂണിറ്റ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നിങ്ങൾ പ്ലെയിനിൽ കയറി പോവാന്ന് ഓർത്താൽ മതി. ഓക്കെ, പ്ലെയിനിൽ കയറി അങ്ങോട്ട് പോവാണ്. ഓക്കെ, ഇനി അടുത്ത സപ്ലിമെന്ററി SI യൂണിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ സപ്ലിമെന്ററി SI യൂണിറ്റില് ഫസ്റ്റ് വൺ മിസ് പറഞ്ഞു എന്തായിരുന്നു? പ്ലെയിൻ ആംഗിൾ. സോ അടുത്ത എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ സോളിഡ് ആംഗിൾ. ഓക്കെ, സോളിഡ് ആണ്. ഓക്കെ, അപ്പൊ അതായത് ഇത് കുറച്ചും കൂടെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്? നേരത്തെ നമ്മൾ ആർക്ക് ലെങ്തിന് റേഡിയസിനായിരുന്നു. സോ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നേരത്തെ ഒരു ലെങ്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഏരിയ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? സോ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഒരു സർക്കിൾ ഉണ്ട്. സോ ഈ സർക്കിളിൽ തന്നെ നമ്മളൊരു നമ്മളൊരു സ്ഫിയർ എടുത്തു. ആ സ്ഫിയറിന്റെ ഒരു കോൺ ഏരിയ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സർക്കിളിൽ. ഓക്കെ, സോ അങ്ങനെ ഒരു സ്ഫിയർ, ഒരു കോൺ ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കോൺ ഏരിയയുടെ ഏരിയ അതിനെയാണ് എ വെച്ച് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത്. ഇന്റർസെപ്റ്റഡ് ഏരിയ, അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, ഡിവൈഡഡ് ബൈ റേഡിയസ് ആണോ? അല്ല, റേഡിയസ് സ്ക്വയർ. സോ സോളിഡ് ആംഗിൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ദ ഇന്റർസെപ്റ്റഡ് ഏരിയ. നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഏരിയയും അതുപോലെ തന്നെ റേഡിയസുമായിട്ടുള്ള റേഷ്യോ. റേഡിയസ് ആണോ? റേഡിയസ് സ്ക്വയർ. ഓക്കെ, സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ എന്താണ്? ഓം എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക അല്ലെ? ഈ ഒരു ലെറ്റർ കാണുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക? ഓം ആണെന്ന് വിചാരിക്കും. പക്ഷെ ഇത് ആക്ച്വലി ഓം ആണോ? ഓം എന്തായിരുന്നു? SI യൂണിറ്റ് ഓഫ് എന്തായിരുന്നു? റെസിസ്റ്റൻസ്. ഓക്കെ, SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു ഓം. സോ മക്കളെ, സോളിഡ് ആംഗിൾ എന്തായിരുന്നു? ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഓം ആണോ? അല്ല, ഒമേഗ അല്ലെ? വെരി ഗുഡ്, ഒമേഗ. സോ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളില് നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഏരിയ ആണ് എടുക്കുന്നത്. നേരത്തെ ആർക്ക് ലെങ്ത് ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊരു സ്ഫിയർ, ആ സ്ഫിയറിന്റെ ഒരു പോർഷൻ, ഒരു കോണിക്കൽ പോർഷൻ മാത്രം എടുത്തു കഴിഞ്ഞ് അതാണ് നമ്മൾ സർക്കിളിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ആ ഏരിയ ആണ് നമ്മൾ ഇവിടെ ഏരിയ ആയിട്ട് എടുക്കുന്നത്. പിന്നെ റേഡിയസ് ആർ. ഓക്കെ, സോ എന്താണ്? ഒമേഗ ഈസ് ഈക്വൽ ടു ഇന്റർസെപ്റ്റഡ് ഏരിയ ബൈ റേഡിയസ് സ്ക്വയർ. ഇന്റർസെപ്റ്റഡ് ഏരിയ ബൈ റേഡിയസ് സ്ക്വയർ. ഓക്കെ, സോ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റെറേഡിയൻ ആണ്. എന്താണ്? സ്റ്റെറേഡിയൻ. ഓക്കെ, സ്റ്റെറേഡിയൻ SR എന്ന് പറയും. ഓക്കെ, നേരത്തെ എന്തായിരുന്നു? റേഡിയൻ. ഇത് സ്റ്റെറേഡിയൻ, ക്യാപിറ്റൽ S, സ്മോൾ r. സോ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സെഷൻ എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. സിഗ്നിഫിക്കന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്സർവേഷൻ തന്നിരിക്കുന്നു, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിജിറ്റ്സ് അല്ലെങ്കിൽ എന്താണ്? ഡിജിറ്റ്സ് ദാറ്റ് മാറ്റർ ഇൻ എ നമ്പർ ഓർ ഒബ്സർവേഷൻ, അതിനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് ഒത്തിരി റൂൾസ് ഉണ്ട്.
സോ ബട്ട് നമ്മളത് വളരെ സിമ്പിൾ ആയിട്ട് 3-4 റൂൾസ് ആയിട്ട് നമുക്ക് ലാസ്റ്റ് പഠിക്കാം. പക്ഷെ ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ട്രൂ ഓർ ഫാൾസ് ആയിട്ടൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്ത് മക്കൾ പഠിക്കുമ്പോൾ റൂൾസും പഠിക്കുക, പക്ഷെ ഈസി വേയിൽ. നിങ്ങളോട് ചിലപ്പോൾ റൂൾസ് എഴുതാൻ പറയത്തില്ല, ഇത് സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് റൗണ്ട് ചെയ്യാനേ പറയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് റൂൾസ് എല്ലാം അറിഞ്ഞിരുന്നോണ്ട് കാര്യമില്ല, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ ആണോ മക്കളെ? ഓക്കെ, സോ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും സിഗ്നിഫിക്കന്റ് ആണ്. നോൺ സീറോ എന്ന് വെച്ചാൽ എന്താണ്? സീറോ അല്ലാത്ത, ഓക്കെ, സീറോ അല്ലാത്ത ഡിജിറ്റ്സ് എല്ലാം സിഗ്നിഫിക്കന്റ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. മക്കളെ നോക്കിക്കേ, ഓക്കെ, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. സോ ഒരു എക്സാമ്പിൾ എടുക്കാം. 15.45. ഓക്കെ, 15.45 എന്നൊരു നമ്പർ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റൂൾ പ്രകാരം എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കന്റ് ആണ്. ഇതിൽ എത്ര നോൺ സീറോ ഡിജിറ്റ് ഉണ്ട്? സീറോ അല്ലാത്ത എത്ര ഡിജിറ്റുകളുണ്ട് മക്കളെ? നോക്കിക്കേ. 1 ഒരു നോൺ സീറോ ഡിജിറ്റ് ആണ്, 5 ഒരു നോൺ സീറോ ഡിജിറ്റ് ആണ്, 4 പിന്നെ ഒരു നോൺ സീറോ ആണ്, അതായത് സീറോ അല്ലാത്തത്. ഈ പിന്നെ 5. ഓക്കെ, സോ 15.45 എന്നതിനകത്ത് 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. എത്രയാണ് മക്കളെ? 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ മിസ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഫിഗറിന് എന്ത് പറയും? SF എന്ന് എഴുതുകയാണ്. ഓക്കെ, സോ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് റൂൾ പ്രകാരം ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് റൂൾ നമുക്ക് നോക്കാം. അടുത്ത റൂൾ എന്ന് പറയുന്നത് ഓൾ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു നമ്പർ തരുന്നു. ഓക്കെ, 2 നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിലുള്ള എല്ലാ സീറോസും സിഗ്നിഫിക്കന്റ് ആണ്. അതായത് ഒരു നമ്പർ തരുന്നു, അതിനിടയിലുള്ള 2 നോൺ സീറോ ഡിജിറ്റ്സ് അതിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സീറോസ് എപ്പോ സിഗ്നിഫിക്കന്റ് ആവുന്നു? ഓൾ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. ഓക്കെ, ഉദാഹരണത്തിന് 100.08. ഓക്കെ, 100.08. ഓക്കെ, അതെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എല്ലാ മക്കളും ഇവിടെ ശ്രദ്ധിച്ചേ. 100.08 എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ റൂള് പ്രകാരം നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിലുള്ള എല്ലാ സീറോസും എന്താണ്? സിഗ്നിഫിക്കന്റ്. അപ്പൊ നോൺ സീറോ ഡിജിറ്റ്സ് ഏതൊക്കെയാന്ന് നോക്കിക്കേ. 1 എന്ന് പറയുന്നത് നോൺ സീറോ ആണ്. ഇനി 8 എന്ന് പറയുന്നത് നോൺ സീറോ ആണ്. ബാക്കി എല്ലാം സീറോ അല്ലേ? അപ്പൊ നോൺ സീറോ ആയിട്ടുള്ള ഡിജിറ്റ്സുകൾക്കിടയിലുള്ള സീറോസിനെ നിങ്ങൾ എന്തായിട്ട് കൗണ്ട് ചെയ്യണം? സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് കൗണ്ട് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടാവുന്ന മക്കളൊന്ന് പറഞ്ഞേ. 100.08 ആണ്. ഇതിലെ നോൺ സീറോ ഡിജിറ്റ്സ് ഏതാണെന്ന് ആദ്യമേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, 1 ഒരു നോൺ സീറോ ഡിജിറ്റ് ആണ്, 8 ഒരു നോൺ സീറോ ഡിജിറ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ഓൾറെഡി കൗണ്ട് ചെയ്യാം. പിന്നെന്താണ്? അങ്ങനെ നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിൽ സീറോ വരുവാണെങ്കിൽ അവയും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5. സോ ഈ നമ്പറിൽ 100.08 എന്നുള്ള ഈ നമ്പറിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് മക്കളെ? 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ, സോ റിമെമ്പർ ദ സെക്കൻഡ് റൂൾ, all zeros between 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. ഓക്കെ ആണോ? ഈ 2 റൂൾ ഓക്കെ ആണോ എല്ലാവരും? ആണെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, ഇനി നെക്സ്റ്റ് റൂൾ നമുക്ക് പഠിക്കാം. ഇനിയാണ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള. ഓക്കെ, നിങ്ങൾക്കറിയാം ഡെസിമൽസ് ഉള്ള നമ്പേഴ്സും ഉണ്ട്, ഡെസിമൽസ് ഇല്ലാത്ത നമ്പേഴ്സും ഉണ്ട് അല്ലെ? ഓക്കെ, എത്ര പേർക്കാണ് ഡെസിമൽ നമ്പേഴ്സ് ഇഷ്ടം എന്ന് പറയണം? ഓക്കെ, നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാക്കും അല്ലെ? പോയിന്റ് അങ്ങോട്ട് ഇടണം ഇങ്ങോട്ട് ഇടണം എന്നൊക്കെ. പക്ഷെ എന്ത് ചെയ്യാ? വളരെ അക്യുറേറ്റ് ആയിട്ട് ഈ റൂൾസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സെറ്റിലെ മക്കളെ? ഓക്കെ, സോ ഇനി ഡെസിമൽ പോയിന്റിന്റെ ആണ് പറയുന്നത്. ഇനി നമ്പർ വിത്തൗട്ട് ഡെസിമൽ പോയിന്റ്, ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത ഒരു നമ്പർ ആണെങ്കിൽ എന്താണ്? എൻഡിങ് സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല. ഓക്കെ, ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സ് ആണെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ എന്താണ്? എൻഡിങ് സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല. അവരെ നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് കൗണ്ട് ചെയ്യത്തില്ല. ഓക്കെ, ആ സീറോസിനെ നമ്മൾ അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയും. ഓക്കെ, അവരെ നമ്മളങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയും. ഓക്കെ, നിങ്ങൾ എലിമിനേഷൻ റൗണ്ട് ഒക്കെ കണ്ടിട്ടില്ലേ പാട്ടുപരിപാടിയിലൊക്കെ? അതുപോലെ എന്താണ്? അവസാനം വരുന്നവരെ പലരും അങ്ങ് തകർന്നു കളയാന്ന് പറയില്ലേ? അതുപോലെ കേട്ടോ. എന്റെ മക്കളെല്ലാരും വളരെ നന്നായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളവരല്ലേ?
അപ്പൊ നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ ആരും എലിമിനേറ്റ് ചെയ്യൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് ക്ലാസ്സസ് കാണുക. ഓക്കെ, ക്ലാസ്സസ് കണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിച്ചാൽ എന്താണ്, നിങ്ങൾക്ക് വലുതാവുമ്പോഴും ഇപ്പത്തെ പോലെ തന്നെ അടിപൊളിയായിട്ട് നല്ലൊരു കരിയറും ലൈഫും ഒക്കെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ മക്കളെ? സോ ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സിൽ എൻഡിങ് സീറോസിനെ നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് കരുതത്തില്ല. അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിൾ പറയാം. സോ ശ്രദ്ധിക്കുക, 5600 എന്ന് പറയുന്നത് ഡെസിമൽ ഇല്ലാത്ത ഒരു നമ്പർ ആണ്. ഓക്കെ, ഈ നമ്പറിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഡെസിമൽ ഇല്ലാത്ത നമ്പറുകളിൽ എൻഡിങ് സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഡെസിമൽ ഇല്ലാത്ത നമ്പർ ആണ്. ഓക്കെ, ഇനി ഇതിന് എൻഡ് ചെയ്യുന്ന എന്താണ്, സീറോസ് വെച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ റൂൾ പ്രകാരം എന്താണ്, ഡെസിമൽ അല്ലാത്ത നമ്പേഴ്സിൽ എൻഡിങ് സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല, അവരെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. അപ്പൊ നമുക്ക് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇതിനകത്ത് ഉണ്ടാവും? ഇത് ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ, ഇത് രണ്ടാമത്തെ, അവസാനത്തെ രണ്ട് സീറോസ് സിഗ്നിഫിക്കന്റ് ആണോ? അല്ല. നമ്മുടെ റൂൾ പ്രകാരം എന്താണ്, ഡെസിമൽ നമ്പർ അല്ലാത്ത നമ്പറുകളിൽ ഡെസിമൽ പോയിന്റ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് പറഞ്ഞത്, എൻഡിങ് സീറോസിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയും, അവരെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ട് നമ്മൾ കൂട്ടില്ല. സോ ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് മക്കളെ? 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ, 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ ആണോ? ഇനി ഇപ്പൊ നമ്മൾ ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത നമ്പറുകളെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പറുകളുടെ കേസ് എന്തായിരിക്കും? ഓക്കെ, അവിടെ ഇപ്പൊ നമ്മള് ഡെസിമൽ പോയിന്റ് ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഡെസിമൽ പോയിന്റ് ഉള്ളത് എന്തായിരിക്കും? നേരെ തിരിച്ച്. ഓക്കെ, അതായത് ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പറുകളിൽ എന്താണ്, എൻഡിങ് സീറോസ് സിഗ്നിഫിക്കന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ കുത്തും കോമയൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടന്റ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുക്കേണ്ടി വരും. ഒരു കുത്തെന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹോൾട്ട് പോലെ അല്ലെ, ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് വരേണ്ടി വരും. പക്ഷെ എന്താണ്, പിന്നെയും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവാന്ന് പറയില്ലേ, അതുപോലെ. ഓക്കെ, സോ ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സിൽ എൻഡിങ് സീറോസ് സിഗ്നിഫിക്കന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം എന്താണ്, നിങ്ങൾ എക്സാമ്പിൾസ് വെച്ചിട്ട് വേണം പഠിക്കാൻ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങളുടെ എക്സാം ഹാളിൽ ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് വരുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് മിസ് ഓരോന്നിനും എന്താണ് സെപ്പറേറ്റ് എക്സാമ്പിൾസ് തന്നു തന്നെ പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കുക, 5.200 ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു നമ്പർ ആണ്. ഇങ്ങനത്തെ നമ്പറിൽ എന്താണ്, എൻഡിങ് സീറോസ് എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. സോ ഇത് ഓൾറെഡി സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. കാരണം എന്താണ്, അതൊരു നോൺ സീറോ ഡിജിറ്റ് ആണ്. ഇനി ഇത് സിഗ്നിഫിക്കന്റ് ആണോ? തീർച്ചയായിട്ടും അതെ, അല്ലെ? ഓക്കെ, രണ്ടാമത്തെ. ഇനി അവസാനത്തെ രണ്ട് സീറോസ്, അപ്പം ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എൻഡിങ് സീറോസും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ അവന്മാരെയും നമ്മൾ കൗണ്ട് ചെയ്യുന്നു. സോ ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് മക്കളെ? 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ, 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ ചെയ്തതിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത് ഡെസിമലും നോൺ ഡെസിമലും ആയിരിക്കും, അല്ലെ? ഡെസിമൽ പോയിന്റ് വരുമ്പോൾ നോൺ ഡെസിമൽ പോയിന്റ് ഉള്ള രീതിയിലുള്ള നമ്പേഴ്സ് തരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ. സോ അത് നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടി മിസ് ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? സോ ശ്രദ്ധിച്ചോ, ഇങ്ങനെയാണ് ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ് ആണ് നിങ്ങൾക്ക് തരുന്നെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട റൂൾ ഇതാണ്. അതായത് ഇതൊരു ഷോർട്ട് കട്ട് ആണ്. ഓക്കെ, എന്താണ് ഷോർട്ട് കട്ട്? ഇതാണ് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്. ഓക്കെ, ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്, ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് തുടങ്ങി എൻഡ് വരെ. ഓക്കെ, ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് തുടങ്ങി എൻഡ് വരെ. ഓക്കെ, നിങ്ങൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കൗണ്ട് ചെയ്യുക. ഓക്കെ, ഒരു ഉദാഹരണം മിസ് എടുക്കാം. 4.700. ഓക്കെ, ഇതാണ് ഒരു ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു ഡിജിറ്റ്, ഒരു നമ്പർ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഓക്കെ, ഡിജിറ്റ്സ് ഉള്ള ഒരു നമ്പർ. അപ്പൊ നമ്മുടെ റൂൾ ഇതാണ്. നിങ്ങൾ വലിയ ഒരു സെന്റൻസ് പോലെ പഠിക്കുന്നതിന് പകരം ഈ ട്രിക്ക് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഡെസിമൽ ഉള്ള നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ടിൽ ദ ലാസ്റ്റ്, പിന്നെ എത്ര നമ്പർ ഉണ്ടോ അതുവരെ എല്ലാ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ട് എണ്ണിക്കോളുക. ഓക്കെ ആണല്ലോ? അപ്പൊ 4.700 എവിടെ നിന്ന് തുടങ്ങണ്ടേ? ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്. ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് ഏതാണ് ഇതില്? 4 അല്ലെ? അപ്പം അതാണ് ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ, ആദ്യത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ. അപ്പൊ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും? റൈറ്റ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ 4.700. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, റൈറ്റ് ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ 4.700. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് 4 ആണ്. പിന്നെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താ, അത് കഴിഞ്ഞ് ലാസ്റ്റ് വരെ, അതായത് ഇവിടെ എത്ര ഡിജിറ്റ്സും കൂടെ ഉണ്ട്? 2, 3, 4. അപ്പം ലാസ്റ്റ് വരെയുള്ള ഡിജിറ്റുകളെല്ലാം എന്താണ് മക്കളെ?
സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ കണക്ക് കൂട്ടി. ഓക്കെ, 1 2 3 4. അപ്പൊ 4.700 ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് തൊട്ട് അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഡിജിറ്റുകളെയും നമ്മൾ എന്താണ് നേരത്തെ പിടിച്ചങ്ങ് എണ്ണിക്കോളാം. ഓക്കെ, അപ്പം ഈ ഒരു റൂള് മാത്രം ഓർത്തിരിക്കുക. ഡെസിമൽ ആണെങ്കിൽ ദ റൂളേഴ്സ് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ടിൽ ലാസ്റ്റ് ഓർ ടിൽ എൻഡ്. ഓക്കെ, അങ്ങേയറ്റം വരെ, അത് കഴിഞ്ഞുള്ള എല്ലാത്തിനെയും നിരത്തി പിടിച്ച് എണ്ണുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റ് വരുന്ന വേറൊരെണ്ണം നോക്കാം. 0.07500. ഓക്കെ, ഇതൊന്ന് മക്കൾ ട്രൈ ഔട്ട് ചെയ്തേ. 0. ഒന്നുകൂടെ എഴുതാം. ഓക്കെ, 0.07500. ഓക്കെ, ആദ്യമേ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നോക്കുക, എന്താ ഇത് ഡെസിമൽ ഉണ്ടോ ഡെസിമൽ ഇല്ലയോ, അതാണ് നമ്മുടെ ഫസ്റ്റ് കാര്യം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഇൻ 0.07500. ഓക്കെ, സോ നമ്മുടെ റൂൾ എന്താണ്? ഡെസിമൽ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ടിൽ ലാസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞ് അപ്പുറത്തേക്കുള്ള എല്ലാത്തിനെയും അവിടം തൊട്ട് അത് കഴിഞ്ഞുള്ള എല്ലാത്തിനും സിഗ്നിഫിക്കന്റ് ഫിഗർ ആണെന്ന് കണക്കാക്കി എണ്ണ കിട്ടോളാം. ഓക്കെ ആണല്ലോ. അതിന് മുൻപുള്ള ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതാണ്, ഡെസിമൽ പോയിന്റ് ഉള്ള ഡിജിറ്റ് ആണ്, ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ അതിന്റെ റൂൾ ഇറക്കാൻ പോവാണ്. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഏതാണ്? ആദ്യത്തെ 0 ആണ്, പിന്നത്തെ 0 ആണ്. അപ്പൊ 7 ആണ് നമ്മുടെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്. ഓക്കെ, 7. ഓക്കെ, അപ്പൊ ഇവിടം തൊട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങുക. ഇവിടം തൊട്ട് എവിടം വരെയാ? ടിൽ ദ എൻഡ്. എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിജിറ്റ് അവസാനിക്കുന്നിടം വരെ, ഈ നമ്പർ അവസാനിക്കുന്നിടം വരെ. അപ്പൊ 1 2 3 4. അപ്പൊ ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടാവും? 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. സോ മക്കളെ ശ്രദ്ധിച്ചിരിക്കുക, ഈ ഒരു പോയിന്റ് മാത്രം ഓർത്താൽ മതി. ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ് ആണ് നിങ്ങളോട് ചോദിക്കുന്നെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് തുടങ്ങി അവസാനിക്കുന്നിടം വരെ, അത് തുടങ്ങി നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിലെ അവസാനത്തെ ഡിജിറ്റ് വരെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് അങ്ങ് എണ്ണിക്കോളാം. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? അപ്പൊ ഡെസിമൽ പോയിന്റിന്റെ വരുമ്പോൾ ഈ ഒരു റൂൾ മാത്രം ഓർത്താൽ മതി. കുറെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ നോൺ ഡെസിമലിനും ഇതുപോലെ തന്നെ ഒരു ട്രിക്ക് ഉണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഡെസിമൽ പോയിന്റ്സ് ഉള്ള നമ്പറിൽ നമ്മൾ എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ഡെസിമൽ ആയിട്ടുള്ള നമ്പേഴ്സ് തരുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുക എന്നാ. ഓക്കെ, സോ ഇതിനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് മുതൽ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് വരെയുള്ള സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ മാത്രമേ നിങ്ങൾ കണക്കാക്കുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്, 0 അല്ലാത്ത ആദ്യത്തെ ഡിജിറ്റ് ഏതാണ്, അതുപോലെ 0 അല്ലാത്ത അവസാനത്തെ ഡിജിറ്റ് ഏതാണ്. സോ ഇവിടം തൊട്ട് അവിടം വരെ മാത്രമേ നിങ്ങൾ കൗണ്ട് ചെയ്യുന്നുള്ളൂ, അത് കഴിഞ്ഞുള്ളതിനെ ഒന്നും നിങ്ങൾ കൗണ്ട് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? സോ ശ്രദ്ധിക്കുക, 78500. ഓക്കെ, 78,500 എന്നൊരു ഡെസിമൽ ഇല്ലാത്ത നമ്പർ മിസ് തന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നാണ്. എങ്ങനെ കണ്ടുപിടിക്കും? ഇത് ഡെസിമൽ ഇല്ല, അതുകൊണ്ട് തന്നെ ഈ റൂളാണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് തൊട്ട് ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് വരെ. അപ്പൊ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഇതിലകത്ത് ഏതാണ്? ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആണ് 7. ഓക്കെ, 7 ആണ്. സോ അത് ഒന്നാമത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് നിങ്ങൾക്ക് എണ്ണാം. ഇനി ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഏതാണ്? ഇതിനകത്ത് 0 അല്ലാത്ത ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 8 5 പിന്നെ 0 0. അപ്പൊ 0 0 എന്ന് പറയുമ്പോൾ അത് 0 ആണ്. സോ അത് പറ്റത്തില്ല. ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഏതാണ്? ഇത് അല്ലേ? അപ്പം സെക്കൻഡ് തേർഡ് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ആയി, കാരണം ഇതാണ് ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്. അത് കഴിഞ്ഞുള്ള രണ്ടും 0 അല്ലേ? അപ്പം നോൺ സീറോ ആയിട്ടുള്ള അല്ലെങ്കിൽ 0 അല്ലാത്ത ആദ്യത്തെ ഡിജിറ്റും കണ്ടെത്തുക, 0 അല്ലാത്ത അവസാനത്തെ ഡിജിറ്റും കണ്ടെത്തുക. സീറോസിനെ എലിമിനേറ്റ് ചെയ്ത് കളയുക. ഓക്കെ, അവരെ നമ്മളെന്താണ് 0 ഇല്ലെങ്കിൽ നമ്മളൊന്നും അല്ല എന്നുള്ള ആ ഒരു ചിന്തയെ നിങ്ങളങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാ. ഓക്കെ, നിങ്ങളൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള പിള്ളേരാണ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങളും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്, വെറും സീറോസ് അല്ല. ഓക്കെ, സോ ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടാവും മക്കളെ? 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ, സോ നോൺ ഡെസിമൽ ആയിട്ടുള്ളതില് എപ്പോഴും ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് മുതൽ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് വരെ ഉള്ളത് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? സോ മക്കളെ നമ്മളിപ്പോ പഠിച്ച ഡെസിമലും നോൺ ഡെസിമലും ആയിട്ടുള്ള നമ്പേഴ്സിന്റെ ഒരു വളരെ ക്രിസ്പ് ആയിട്ടുള്ള, വളരെ സിഗ്നിഫിക്കന്റ് തന്നെ പറയാം അല്ലെ, വളരെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമുല അല്ല, ഒരു ടിപ്പാണ് മിസ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് സമ്മറൈസ് ചെയ്ത് എഴുതാം. ഡെസിമൽ നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് തൊട്ട് എൻഡ് വരെയുള്ള ഡിജിറ്റ്സിനെ കൺസിഡർ ചെയ്യുക. അവിടം തൊട്ട് എൻഡ് വരെ എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എണ്ണി പോവുക. നോൺ ഡെസിമൽ ആണെങ്കിൽ
നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പർ നോൺ ഡെസിമൽ ആണ്, എന്ത് ചെയ്യുക, ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് തൊട്ട് ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് വരെ മാത്രം എണ്ണുക. ഓക്കെ ആണല്ലോ? സോ ഈ ഒരു ഷോർട്ട് കട്ട്, ഓക്കെ, അത് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് തന്നെ എന്താണ് നിങ്ങളുടെ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ അത് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ റൂൾസ് എല്ലാം മൈൻഡിൽ നിങ്ങൾക്കൊന്ന് സെറ്റ് ആക്കി വെക്കാം. ഓക്കെ, ബട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾക്ക് റൂൾ എഴുതി ഒന്നും വെക്കാനുള്ള സമയം ഉണ്ടാവില്ല. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഓർത്ത് വെക്കുക, അതിനനുസരിച്ച് നിങ്ങൾ എഴുതുക. ഓക്കെ, ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് മുതൽ അങ്ങ് വരെ ലാസ്റ്റ് വരെ ആണെങ്കിൽ അതാരാണ് നമ്മുടെ താരം? ഡെസിമൽ. ഓക്കെ, നോൺ ഡെസിമൽ നമ്പർ ആണ് തന്നിരിക്കുന്നെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് തൊട്ട് ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് വരെ. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് റൂൾസിനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ? അപ്പൊ അത് നെക്സ്റ്റ് ഒരു വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. യൂണിറ്റ്സിൽ തമ്മിൽ നമ്മൾ ചേഞ്ച് ചെയ്യുവാണെങ്കിലും എന്താണ്, നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ അത് അഫക്ട് ചെയ്യില്ല. അതിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം, ഇപ്പൊ ലെങ്ത് അല്ലെ, അത് നിങ്ങൾക്ക് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. എന്താണ്? കിലോമീറ്ററിൽ പറയാം, മീറ്ററിൽ പറയാം, ചെറിയ ഇതായിട്ടുള്ള സെന്റിമീറ്റർ, മില്ലിമീറ്റർ ഒക്കെ പറയാം. പിന്നെയും സ്മോളർ യൂണിറ്റ്സിലേക്ക് പോകണം, നാനോ ഒക്കെ ഉണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ പല യൂണിറ്റ്സ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ എന്താണ്, നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മാറുന്നില്ല. അപ്പൊ അതിന് നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, 123 മീറ്റർ, 12300 സെന്റിമീറ്റർ, അതിന്റെ കൂടെ എന്താണ് 123,000 മില്ലിമീറ്റർ. ഓക്കെ, സോ അതിനർത്ഥം 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ. ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ സെയിം ഡിജിറ്റ്സിനെ തന്നെ പല യൂണിറ്റ്സിലായിട്ട് നമ്മൾ എന്താണ് എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഇവിടുത്തെ എല്ലായിടത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. ഇവിടുത്തെ എല്ലായിടത്തും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇത് ഡെസിമൽ, ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു നമ്പർ തന്നു, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഡെസിമൽ ആണോ അല്ലയോ എന്ന് ആദ്യം മനസ്സിലാക്കുക അല്ലെ? സോ ഡെസിമൽ ആണോ? ഇല്ല, ഡെസിമൽ പോയിന്റ്സ് ഇല്ല. അപ്പൊ ഡെസിമൽ പോയിന്റ്സ് ഇല്ലാത്ത നോൺ ഡെസിമൽ ആയിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മുടെ റൂൾ എന്തായിരുന്നു? ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് മുതൽ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് വരെ അല്ലെ? ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് മുതൽ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് വരെ. സോ ആദ്യത്തെ കേസ് ഒന്ന് എടുത്തേ. ഇവിടുത്തെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് എന്താണ്? 1 അല്ലെ? ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് 3. ഓക്കെ, അപ്പൊ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്, 1, 2, 3. ഓക്കെ, ഇനി ഇവിടുത്തെ എടുക്കാം. ഓക്കെ, സെന്റിമീറ്ററിലാവുമ്പോൾ എന്താണ് 12300 സെന്റിമീറ്റർ എന്ന് വരും. പക്ഷെ ഇവിടെ എന്ത് തന്നെയാണ്, ഡെസിമൽ പോയിന്റ് ഇല്ല. അപ്പൊ എന്താണ് സെയിം റൂൾ, ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് മുതൽ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് വരെ. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഇതാണ്, സോ ഇറ്റ് ഇസ് 1. ഇത് രണ്ടാമത്തെ നോൺ സീറോ ഡിജിറ്റ്, ഇത് മൂന്നാമത്തെ നോൺ സീറോ ഡിജിറ്റ്. ഇനി അവസാനത്തെ 2 സീറോസിനെ നമ്മൾ കൗണ്ട് ചെയ്യോ? ഇല്ല, നോൺ സീറോ ഡിജിറ്റുകളെ മാത്രമേ നമ്മൾ ഡെസിമൽ അല്ലാത്ത നമ്പേഴ്സിൽ കൺസിഡർ ചെയ്യുള്ളൂ. സോ ഇവിടെയും എന്ത് തന്നെയാണ്, 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇനി നോക്കിക്കേ മക്കളെ, അവസാനത്തെ നമ്മൾ മില്ലിമീറ്ററിൽ അല്ലെ, 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 മില്ലിമീറ്റർ. 1 സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണ്. അപ്പൊ അവിടെ നമ്മൾ ഇതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്തു. പക്ഷെ ഇവിടെ നോക്കിക്കേ, എത്ര നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്? ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആണ്, അപ്പോൾ അത് ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ. ഇത് സെക്കൻഡ് നോൺ സീറോ ഡിജിറ്റ്, തേർഡ് നോൺ സീറോ ഡിജിറ്റ്. ഓക്കെ, ഇനി അവസാനത്തെ 3 സീറോസിനെ നമ്മൾ കൺസിഡർ ചെയ്യോ? ഇല്ല, കാരണം നമ്മുടെ റൂൾ എന്താ, ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് മുതൽ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് വരെ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അവസാനത്തെ 3 സീറോസിനെ കൗണ്ട് ചെയ്യോ? ഇല്ല അല്ലെ? 3 സീറോസിനെ നമ്മൾ കൗണ്ട് ചെയ്യില്ല. ഇത് 3 നമ്മൾ കൗണ്ട് ചെയ്യില്ല. സോ ഇവിടെ എത്ര തന്നെയായിരിക്കും? 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 3. ഓക്കെ, സോ യൂണിറ്റ്സിനെ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. ഇനി അടുത്ത റൂൾ എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സിനെ പവറിന്റെ ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഓക്കെ 3.6 into 10⁸. ഓക്കെ, 3.6 into 10⁸ എന്നാണ് വിചാരിക്കുക. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മാറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതെന്താണ്? ഈ താഴെ തന്നിരിക്കുന്ന ടേം 3.6 എന്ന് പറഞ്ഞ ഒരു ഡെസിമൽ ആണ് അല്ലെ? അപ്പൊ ഡെസിമൽ പോയിന്റിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് മുതൽ എൻഡ് വരെ. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഏതാണ്? 3. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ. അടുത്ത നോൺ സീറോ ടിൽ എൻഡ് എന്നാണ് പറഞ്ഞത്, 3.6 വരെ ഉള്ളൂ അല്ലെ?
അപ്പൊ എന്താണ് ഇത് രണ്ടാമത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ. പവേഴ്സ് ഉള്ള ടേംസിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. ഓക്കെ, സോ പവേഴ്സ് ഉള്ള ടേംസിനെ നമ്മൾ എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നമ്പറിൽ പവർ വരുന്നുണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ നമ്പറിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ അതിനെ കണക്ക് കൂട്ടുന്നില്ല. ഓക്കെ ആണല്ലോ. സോ യൂണിറ്റ്സ് ചേഞ്ച് ചെയ്യുമ്പോഴും മാറ്റം വരുന്നില്ല. പവേഴ്സ് നമ്മളൊരു നൊട്ടേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിലും നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന് മാറ്റം വരുന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു റൂളാണ്. സോ ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ചിലപ്പോൾ എന്താണ് അതും കൂടെ കൗണ്ട് ചെയ്യും. ബട്ട് അങ്ങനെ ചെയ്യരുത്. എപ്പോഴും ഡെസിമൽ ആണോ നോൺ ഡെസിമൽ ആണോ എന്ന് നോക്കുക. സീറോസിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു സെഷനിൽ നിന്ന് വരുന്നത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ.